ഇന്നലെ ആയിരുന്നു കേരള കലോത്സവത്തിൻ്റെ സമാപന ദിവസവും. അത് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് കണ്ണൂരാണ്. അതേപോലെ സെക്കൻഡ് അടിച്ചത് കോഴിക്കോട്. അപ്പോൾ ഇന്നലെ സമാപന ദിവസമായ ഇന്നലെ കൊല്ലത്ത് മുഖ്യാതിഥിയായിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനെത്തിയത് നമ്മളുടെ മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂക്കായിരുന്നു. നമുക്ക് ഇന്നലെ കൊല്ലത്ത് വന്ന് അബ്ബാരി ക്രൗഡ് എന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങൾ, പ്രത്യേകിച്ച് മമ്മൂക്കാനെ കാണാൻ വന്നല്ലോ തന്നെയാണ് തന്നെ പറയാം. അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ മമ്മൂക്ക വന്നിട്ട് പ്രസംഗിച്ച് കൊല്ലം ആ വേദി ആകെ ഇളക്കി മറച്ച് പോന്ന്. അത്രയും അത് കണ്ടു നിന്നോൽക്കും അത് കേട്ട് നിന്നോൽക്കും അവിടെ കൂട്ടിയ മൊത്തം ജനങ്ങൾക്ക് ഒരു ആവേശമായിരുന്നു മമ്മൂക്കയുടെ പ്രസംഗം. നമുക്ക് ആ പ്രസംഗം ഒന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജന ഉത്സവമാണ്. എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു. മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആള്. അല്ല, അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാവാണെന്നുള്ളതാണ്. പക്ഷേ അത് കാഴ്ചയിലേ ഉള്ളൂ കേട്ടോ. വയസ്സ് 90 ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. മമ്മൂട്ടി എന്തുടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരികയെന്ന്. അപ്പം ഞാൻ ഏതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ്റുമൊക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ, നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൂടുതൽ ഒരു വെള്ള ഷർട്ട് കൂടെ ചേർത്ത് വെച്ചു, ഒരു മുണ്ടും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് വലിയ പരിഭ്രമമുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണം എൻ്റെ വാക്കുകൾ കൊണ്ട്. രണ്ട്, മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട്. ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്കലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളിവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഇതൊരു സ്കൂൾ, ഞാൻ പഠിച്ച കാലത്തെ സ്കൂളല്ല ഇപ്പോൾ. എനിക്ക് 10ാം ക്ലാസ് വരെ സ്കൂളുള്ളൂ. ഇപ്പോൾ 12ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. അപ്പോൾ എൻ്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ. ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും. അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു, ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു. കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത്. അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ്. ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്കൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു മിനുക്കി വളർത്തി മിനുക്കിയെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തീരുകയുള്ളൂ. അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ്. ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത ആളാണ് ഞാൻ. നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാവും. ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക്. ഇവിടെ ക്ഷേത്രകലകളുണ്ട്, മാപ്പിളപ്പാട്ട് മത്സരമുണ്ട്, കൈകൊട്ട് മത്സരമുണ്ട്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും
ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ, ഒരു സമ്മേളനം, ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം. നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ, ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ്, കൂടെയുള്ളവരാരാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സഹപാഠിയാണ്, നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക. അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല. ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകളുണ്ടാകാം. അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത്. ഈ കൊല്ലത്ത് ഇത്ര ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ച ഇന്ന് സംഘാടകരോടും ഇത്രയേറെ സഹകരണത്തോടെ, ഇത്രയേറെ ആവേശത്തോടുകൂടി ഇതിൻ്റെ പരിസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോടുകൂടി നന്ദി പറയേണ്ടതുണ്ട്. കാരണം കൊല്ലംകാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്, കണ്ണൂറുകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലംകാരെ എല്ലാവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം. അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്തില്ല. അത് തന്നെ ഈ കൊല്ലംകാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ആകുന്നത്. ഈ മനസ്സാണ് നമ്മുടെ കേരളം. ഇതാണ് നമ്മൾ മലയാളികൾ, ഇതാണ് നമ്മൾ കേരളീയർ. ഇതന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൊല്ലംകാർക്ക് വീണ്ടും, കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ്. കൊല്ലത്തില്ലാത്തതൊന്നുമില്ല. ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായി. ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ. ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഈ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടം തന്നെയാണ്. കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ്. നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ്, നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ്. ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പം ഇതാണ് ഇന്നലെ അവിടെ മമ്മൂക്ക വന്നിട്ട് സംസാരിച്ച് പോയത്. ഇന്നലെ മമ്മൂക്ക സംസാരിച്ചതിൻ്റെ ഫുള്ള് വീഡിയോ ആണിത്. ഈ ഒരു 7 മിനിറ്റ് കൊണ്ട് മൂപ്പര് അതുവരെ അവിടെ സംസാരിച്ചതും അതുവരെ അവിടെ നടന്നതുമല്ല. മൂപ്പര് വന്നപ്പോൾ ആൾക്കാർക്ക് പ്രത്യേക ഒരു എനർജിയും ആ വേദി ഒന്നായിട്ട് ഇളക്കി മറിച്ച് ഈ 7 മിനിറ്റ് കൊണ്ട് മൂപ്പരെ പ്രസംഗം തീർത്ത് പെട്ടെന്ന് പോയി. പക്ഷേ ഇപ്പോൾ അതിൽ വലിയൊരു വിവാദമായത് എന്ന് പറഞ്ഞാൽ മൂപ്പരെ അന്നത്തെ കാലത്തെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കാര്യം അതിൽ ചർച്ച ചെയ്ത്, ജാതി മത ഭേദമന്യേ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളെ അങ്ങനെ ബാധിക്കലില്ല, ജാതി മതം അതൊന്നും ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കാതെ അത്രയും ഒരു ഇതിൽ ഇനി ഞങ്ങൾ ജീവിച്ചിന്, ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഇനി എന്നുള്ള ഒരു ഉദാഹരണത്തിനായിട്ട് മൂപ്പര് പറഞ്ഞ ഒരു കോളേജിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു സിഗരറ്റ് കത്തിച്ചാൽ അത് ക്ലാസ്സിലെത്തുമ്പോഴത്തേനാണ് മൂപ്പർക്കൊരു പുക കിട്ടലെന്ന്. അതൊരു വലിയ സംഭവമാക്കി ഇപ്പോൾ കുറേ ആൾക്കാർ വിവാദമാക്കി നടത്തിക്കാണ്. വലിയ ഇത് ഈ സ്പീച്ച് കണ്ടാലറിയാം അതിലൊന്നുമില്ലാന്ന്. അതിൽ വിവാദമാക്കാനുള്ള ഒരു കാര്യം പോലും അതിലില്ല. അത് ഇന്നലെ അവിടെ കൂടിയവർക്കും അവിടെ നിന്ന് മമ്മൂക്കാൻ്റെ പ്രസംഗം കേട്ടവർക്കും അതുപോലെ ഇന്ന് രാവിലെ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് മൊത്തത്തിൽ ഫ്ലാഷ് ആയിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് കണ്ടവർക്കും അറിയാം അതിൽ ഒന്നുമില്ല അങ്ങനെ വിവാദമാക്കാനായിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ചില ആൾക്കാരുടെ രോഗമാണ്. മമ്മൂക്ക ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ അസൂയ പൂണ്ടിട്ടുള്ള ചില ആൾക്കാരുടെ, ചിലപ്പം ചില നടന്മാരെ, മമ്മൂക്കാക്ക് ഓപ്പോസിറ്റായിട്ടുള്ള നടന്മാരെ ഫാൻസുകാരായിരിക്കാം,
അല്ലെങ്കിൽ മമ്മൂക്കാനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഓലാണ് ഇതിൻ്റെ ബാക്കിൽ. ഓല് വെറുതെ ട്രോളും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മമ്മൂക്ക അവിടെ വന്നിട്ട് കുട്ടികളെ പിള്ളേരെ മുമ്പിൽ വിദ്യാർത്ഥികളെ മുമ്പിൽ സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് വെറുതെ കിടന്നാണ്ട് അലക്കന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്താണ് ഇപ്പോൾ ഇതാണിപ്പോൾ ഇവിടുത്തെ പ്രശ്നം. ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ജാതി മതത്തിൻ്റെ പേരിലുള്ള തല്ലും പിടിയും. ഈ രാജ്യത്തിനെ ഏറ്റവും കൂടുതൽ ബാക്കോട്ട് നയിക്കുന്ന ഒരു സംഭവമാണ് അത്. അത്രയൊരു സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കോലത്തിൽ മമ്മൂക്ക പറഞ്ഞു, ഞങ്ങളൊന്നും ഈ മതത്തിൻ്റെ ഈ പ്രശ്നം ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിനൊന്നും ബാധിച്ചിട്ടില്ല, നിങ്ങളെയും ബാധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു മോട്ടീവ് കൊടുത്തിട്ടാണ് മമ്മൂക്ക പോയത്. അപ്പോൾ ഇതൊരു വൻ വിഷയമാക്കി നടക്കുന്നത് ചില വിഭാഗം ആൾക്കാർ മാത്രമേ ഉള്ളൂ, എല്ലാവരും ഇല്ല. ചില വിഭാഗം മമ്മൂക്കനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, അല്ലാതെ മമ്മൂക്ക പറഞ്ഞ കാര്യങ്ങളോടോ ഒന്നുമല്ല പ്രശ്നം. മമ്മൂക്കനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അതന്നെയാണ് നമുക്കിതിന് മനസ്സിലാണ്. ഇന്നലെ മുതൽ ഈ വീഡിയോ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഇതുവരെ ആയിട്ട് ഒരു നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ അതിനെ എതിർക്കുന്നത് ഞാൻ വരെ കണ്ടിട്ടില്ല. അപ്പോൾ മമ്മൂക്കനെ ഇഷ്ടപ്പെടാത്ത മറ്റു നടന്മാരുടെ ഫാൻസുകാർ പോലാണ് ഇതാക്കി നടക്കുന്നത്, വിവാദമാക്കി നടക്കുന്നത്. ഇനി ഇങ്ങനത്തെ ആൾക്കാരോടൊന്നും പറയാനുള്ളത്, മൂപ്പരെ ബാക്കിൽ കൂടിയിട്ട് എന്ത് കാര്യം. മൂപ്പർക്ക് പറഞ്ഞാൽ 10-23 വയസ്സായി, 400-450 സിനിമ മൂപ്പർ ചെയ്ത്, മൂപ്പർക്ക് ഇനി എത്തിപ്പിടിക്കാനും മൂപ്പർക്ക് ഇനി എത്താനും ഒന്നുമില്ല. മൂപ്പർക്ക് ഇനി ജീവിതത്തിൽ നേടാനും ഒന്നുമില്ല. അത്രയും ഉയരങ്ങളിൽ മൂപ്പരെത്തിയാണ്. വെറുതെ ഇതിൻ്റെയൊക്കെ ബാക്കിൽ കടന്നിട്ട് നിങ്ങളെ ടൈം വേസ്റ്റ് ആകുക എന്നല്ലാതെ വേറെ എന്തെങ്കിലും നോക്കി. ഇപ്പോൾ വളർന്നു വരുന്ന വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഓലെ ബാക്കിൽ നോക്കി. മൂപ്പരെ ബാക്കിൽ നടന്നാൽ നിങ്ങളെ ടൈം വേസ്റ്റ് ആകുക എന്നല്ലാതെ. മൂപ്പര് എന്ത് പ്രസംഗത്തിലും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ആളാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് ഇതിലും കാണിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാണ്. നമുക്കിൻ്റെ ഏതൊരു പ്രസംഗം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഏതെടുത്ത് നോക്കിയാലും അതിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടാവും. എന്തെങ്കിലും മോട്ടിവേഷനായിട്ട് മൂപ്പര് അനുഭവിച്ച് വന്ന ജീവിതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാടായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അത് ഈ ഇതിലും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മൂപ്പര് ഇപ്പം തോറ്റ ആൾക്കാർ നിരാശപ്പെടേണ്ടതില്ല. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഒരുപാട് കാര്യങ്ങൾ മൂപ്പര് അതിൽ പങ്കുവെച്ചിട്ടുണ്ട്. അതൊന്നും ചർച്ച ചെയ്യാതെ ഈ ഒരു സംഭവം സിഗരറ്റിൻ്റെ വിഷയം ഇത്രയും വിവാദമാക്കിയ ആൾക്കാരെ മനസ്സൊന്ന് ഞാൻ നോക്കുകയാണ്. എന്താണ് ആൾക്കാർ ഇങ്ങനെ. രസമായിട്ടാണ് ഇന്നലെ മൂപ്പര് കൊല്ലം ജില്ലയെ പറ്റിയും അതേപോലെ അവിടെ കൂടിയിട്ടുള്ള ആൾക്കാരെ പറ്റിയും കൊല്ലത്ത് താമസിക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെ എന്ത് രസമായിട്ടാണ് ഇന്നലെ വർണ്ണിച്ച് പറഞ്ഞത്. അതൊന്നും നോക്കാതെ ഈ ഒരു ചെറിയൊരു വിഷയം ഇത്ര വിവാദമാക്കുന്ന ആൾക്കാരെ മനസ്സ് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്കറിയാം അവിടെയുള്ള ആൾക്കാരൊക്കെ എത്രത്തോളം സന്തോഷത്തിലേനിന്ന്. ഓരോ വാക്കിനും കയ്യടി. മമ്മൂക്ക പോണത് വരെ, മമ്മൂക്ക ഈ 7 മിനിറ്റ് കൊണ്ട് അവിടെ ഉണ്ടാക്കിയ ഓളം എത്രയെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ.